ഹാപ്പി ഫസ്റ്റ് ആനിവേഴ്സറി മിസ്സസ് ലക്ഷ്മി അഭിറാം. നീ എന്നിൽ നിറച്ചത് മുഴുവൻ പ്രണയമായിരുന്നു. അഭിറാം ഇന്ന് വെറും മനുഷ്യനിൽ നിന്നും നല്ലൊരു ഭർത്താവും നല്ലൊരു അച്ഛനും എന്നോ നഷ്ടമാണെന്ന് കരുതിയ പലതും നീ എനിക്ക് നേടിത്തന്നു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു മകളായി, ആമയ്ക്ക് നല്ലൊരു ചേച്ചിയായി, എൻ്റെ സഞ്ജുവിന് നല്ലൊരു അനിയത്തിയായി, അതിലുമെല്ലാം അപ്പുറം എൻ്റെ കുഞ്ഞിക്ക് നല്ലൊരു അമ്മയായി. നിന്നോളം വേറെ ഒന്നിനെയും ഇത്ര സ്നേഹിക്കുന്നില്ല. എൻ്റെ പ്രണയത്തിനും ജീവിതത്തിനുമെല്ലാം ഒരൊറ്റ പേര് ഈ നെഞ്ചിലെ ഓരോ തുടുപ്പിലും വിളിച്ചു പറയുന്നത് നിന്റെ പേരാണ്. പതിൽ നിന്ന് ഓരോ നിമിഷവും ചേർത്തു നിർത്തി. സോറി, ഒരു വർഷം മുൻപ് പിടിച്ചു വാങ്ങിയ ഈ താലിക്കന്ന് നിനക്ക് ഒത്തിരി വേദന തോന്നിക്കാണും, ശപിച്ചിട്ടുണ്ടാവും. എല്ലാം നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരുന്നു. കാരണം നീയില്ലെങ്കിൽ ഞാനില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ, നിന്നെ നഷ്ടമാകുമോ എന്ന ഭയം, ചെറിയ ചെറിയ പിണക്കങ്ങൾ, പിന്നീട് വലിയ വലിയ ഇണക്കങ്ങൾ. എൻ്റെ ഓരോ വാശിയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സ്വീകരിച്ച് എൻ്റെ നല്ല പാതിയായി. എൻ്റെ ജീവിതം, എൻ്റെ ധൈര്യം, എൻ്റെ പ്രചോദനം, ഇതെല്ലാം ഉൾക്കൊണ്ട് ഒരൊറ്റ പേര് ലക്ഷ്മി. താങ്ക്സ്, ഇത്രയും മനോഹരമായ ജീവിതം സമ്മാനിച്ചതിന്, നല്ലൊരു മകളെ തന്നതിന്, ഇതിനെല്ലാത്തിലും ഉപരി എന്നെ പോലെ ഒരാളെ സഹിക്കുന്നതിന്. തൻ്റെ മുന്നിൽ നിന്ന് അഭി പറഞ്ഞത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കണ്ണീരോട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നന്ദി, മാപ്പ്, ഇതെല്ലാം ഞാനാണ് അഭിയേട്ട പറയേണ്ടത്. എന്താ പറയുക? ഓരോ നിമിഷവും തന്നെ ചേർത്തു നിർത്തലിൽ അഭിറാം വർമ്മയിൽ നിന്ന് അഭിറാമിലേക്ക്, പിന്നീട് അഭിയേട്ടനിലേക്കുള്ള യാത്ര പുതിയ തിരിച്ചറിവുകളായിരുന്നു. ഇത്രത്തോളം എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ആർക്കും സ്നേഹിക്കാനും പറ്റില്ല. അഭിറാം എന്ന് നിങ്ങൾ എനിക്ക് തന്നത് ഒരു ഭർത്താവിൻ്റെ സ്നേഹം മാത്രമല്ല, ഒരച്ഛൻ്റെ കരുതലാണ്. എൻ്റെ മോള് ഭാഗ്യവതിയാണ്. അവൾക്ക് കിട്ടിയത് ഏറ്റവും നല്ല അച്ഛനെയാണ്. ഓരോ നിമിഷവും വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി, ശരീരം കൊണ്ട് അകറ്റി നിർത്തി. എന്നിട്ടും എന്നോടുണ്ടായിരുന്നത് സ്നേഹം മാത്രം. നന്ദി, ഞാൻ എന്ന പെണ്ണിനെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്. ഞാനൊന്ന് തളർന്നു എന്ന് കണ്ടാലല്ലേ, കരഞ്ഞു എന്ന് കണ്ടാൽ എന്നെ താങ്ങി നിർത്തുന്ന ഈ രണ്ട് കൈകളാണ്. ഓരോ നിമിഷവും അഭിയേട്ടൻ്റെ ഭാര്യയായി ഈ നെഞ്ചിലെ ചൂടേറ്റ് ജീവിച്ചു മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ നെഞ്ചിലേക്ക് വീണത്രയും പറഞ്ഞ ലക്ഷ്മി അഭി കൂടുതൽ ചേർത്തു നിർത്തി. എന്താണ് അഭിറാം സർ, റൊമാൻസ് കഴിഞ്ഞു, അകത്തേക്ക് കയറിക്കോട്ടെ. സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് ലക്ഷ്മി അഭിയിൽ നിന്നും അകന്നു മാറി. ഹാപ്പി ആനിവേഴ്സറി പെങ്ങളെ, ഈ മുതലിനെ സഹിച്ചില്ലേ? ഒരു വർഷം നല്ലൊരു അവാർഡ് തരണം. അവൾക്ക് കിട്ടിയ അവാർഡാണ്. ദേ ബെഡിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞുറങ്ങുന്നത് 3 മാസമായി. പകൽ പോത്തുപോലെ കിടന്നുറങ്ങുക, രാത്രി എണീറ്റിരിക്കുക, അജാതി ഹോബിയാണ് അവൾക്ക്. അഭി പറഞ്ഞതും സഞ്ജുവും ലക്ഷ്മിയും ചിരിയോടെ കേട്ടു നിന്നു. താങ്ക്സ് സഞ്ജുവേട്ട. ആമയ്ക്ക് വൊമിറ്റിംഗ് കുറഞ്ഞു. എൻ്റെ പെങ്ങളെ, അതൊരു സൈഡിൽ കൂടെ നടക്കും. എങ്കിൽ ഞാൻ സഞ്ജുവേട്ടന് കോഫി എടുക്കാം. നിനക്ക് വേണോ? വേണം സഞ്ജു, പക്ഷേ 1 കപ്പ് മതി. 1 ഗ്ലാസ് കോഫി പോലും എൻ്റെ തൊണ്ടയിൽ നിന്നും ഇറക്കാൻ സമ്മതിക്കരുത്. ഉടനെ ഓടിവരും അതിൻ്റെ പങ്ക് വാങ്ങാൻ. എൻ്റെ പൊന്നു അഭി നമിച്ചു. എന്ത് ചെയ്യാനാ, നിന്നോട് വല്ലാത്തൊരു ഇഷ്ടമായി പോയി. പക്ഷെ നീ എന്തിനാ എൻ്റെ റൊമാൻസിനിടയിൽ വന്നത്? കാല, നിനക്കിനിയും എൻ്റെ ഇടി കൊണ്ട് മതിയായില്ലേ? ഇല്ല, നിന്റെ ഇടി എത്ര കൊണ്ടാലും മതി വരില്ല. പിന്നെ ഇപ്പോൾ എങ്ങാനും ഞാൻ നിന്റെ ഇടി കൊണ്ട് തട്ടിപ്പോയാലേ, പ്രഗ്നൻ്റായ പെങ്ങളെ ജീവിതകാലം മുഴുവൻ നോക്കണം. നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, പോരെ? എങ്കിലും എൻ്റെ കണ്ണിൻ്റെ യോഗം. എന്ത് സഞ്ജു, കഴിഞ്ഞ വർഷം രണ്ടും കൂടെ എന്തായിരുന്നു ഇടി? അതും പാവം ഞാൻ തന്നെ കണ്ടു. അതൊക്കെ പോട്ടെ, ആനിവേഴ്സറി ആയി എന്താ പ്രോഗ്രാം? അന്ന് നടക്കാതെ പോയി ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോകുന്നു. എന്ത് വിരോധമുണ്ടോ? നിനക്ക് നല്ല സുഖമുണ്ടല്ലേ? സഞ്ജു പറഞ്ഞ് മനസ്സിലാവാതെ അഭി അവനെ നോക്കി. അല്ല, രാത്രി ഓഫീസ് കണക്ക് ടാലിയാക്കാൻ ലാപ്ടോപ്പ് കൊണ്ട് ഭാര്യ സോഫയിൽ, ഭർത്താവ് കൊച്ചിനെ നോട്ടം. ഇത്തിരി കഴിയുമ്പോൾ നേരെ തിരിഞ്ഞു. ഇതിനിടയിൽ റൊമാൻസ് എങ്ങനെ സാധിക്കുന്നു? ശവത്തിൽ കുത്തരുത് സഞ്ജു, ഇപ്പോൾ അതാ അവസ്ഥ. ആ വിധി. പിന്നെ ഉള്ള സമാധാനം, ഒരു 7 മാസം കഴിഞ്ഞ ഇതേ അവസ്ഥ നിനക്കും വരുമെന്നുള്ളതാണ്. എന്നാ സഞ്ജു ഏട്ടാ കോഫി? ദേ അവൻ്റെ കയ്യിൽ കൊടുക്ക്, വാങ്ങി കുടിക്ക അഭി. കോഫിയുമായി വന്ന ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി അഭി ഒന്ന് ചിരിച്ചു. എൻ്റെ അഭി, എനിക്ക് നിൻ്റെ ഈ ചിരി വീക്ക്നെസ്സായി പോയി. പണ്ട് തൊട്ടേ ഞാൻ അതിലാണ് വീഴുക. നിനക്ക് മാത്രമല്ല, വേറെ പലർക്കും എൻ്റെ ചിരിയാണ് ഇഷ്ടം. അത് പറഞ്ഞ ലക്ഷ്മിയെ നോക്കിയതും അവൾ പുച്ഛിച്ചിറങ്ങിപ്പോയി. പുച്ഛം, പരമ പുച്ഛം. എന്നാ സഞ്ജു കോഫി. കുടിച്ചുകൊണ്ടിരുന്ന കപ്പ് സഞ്ജുവിന് നേരെ നീട്ടി അഭി പറഞ്ഞു. ദാ, അപ്പം ഞാൻ ഇറങ്ങുന്നു അഭി, നാളെ വരാം. ശരി സഞ്ജു, ഞാൻ ഇറങ്ങാം. ആമയൊന്ന് കാണണം.
കുഞ്ഞെ ഉറങ്ങുമ്പോൾ തൻ്റെ ശരീരത്തിൽ കൂടി ഇഴഞ്ഞു നടന്ന പ്രിയപ്പെട്ടൻ്റെ കൈ കണ്ട് ലക്ഷ്മി ഒന്ന് ചിരിച്ചു. എന്താണ് അഭിയേട്ടാ? അതിന് മറുപടി മുന്നേ അഭിയുടെ ഫോൺ ബെല്ലടിച്ചു. ഹലോ പറ സജിത്ത്. ആണോ? താങ്ക്സ്. അഭിയേട്ടാ ട്രീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചെയ്യാം, ഈ സൺഡേ ആവട്ടെ, അല്ലെങ്കിൽ അപ്പുവിനെ കിട്ടില്ല. അപ്പോൾ ഗുഡ് നൈറ്റ് അഭിയേട്ടാ. ഗുഡ് നൈറ്റ്. എന്താ സജിത്ത് പറഞ്ഞത്? ഫോൺ വെച്ചതും ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് അഭിയൊന്ന് പുഞ്ചിരിച്ചു. ഇന്റർനാഷണൽ ബിസിനസ് അവാർഡ് അനൗൺസ് ചെയ്തു. ബെസ്റ്റ് ബിസിനസ് മാൻ ഓഫ് ദ ഇയർ അഭിറാം വർമ്മ. തൻ്റെ മടിയിലേക്ക് തലവെച്ച ചിരിയോട് അത്രയും പറഞ്ഞ അഭിയുടെ തലയിൽ ലക്ഷ്മി സ്നേഹത്തിൽ തലോടി. കൺഗ്രാറ്റ്സ് ഹബി. ഇതെന്താ പുതുമ? കഴിഞ്ഞ വർഷം അഭിയേട്ടൻ തന്നെ ആയിരുന്നില്ലേ നിങ്ങളുടെ ഫോട്ടോ ഇട്ടെന്ന ഒറ്റ പേരിൽ ഒരു ന്യൂസ് പേപ്പർ മുഴുവൻ കത്തിച്ച ആളാണ് ഞാൻ. കഴിഞ്ഞ 2 വർഷമായി ഞാൻ തന്നെയാണ്. പക്ഷേ ഇത്തവണ ഒത്തിരി സ്പെഷ്യലാണ്. അടിച്ചേൽപ്പിച്ച ജോലിക്ക് കിട്ടുന്ന സമ്മാനം അങ്ങനെയായിരുന്നു മുന്നേ വരെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എന്തിനാ നീ ന്യൂസ് പേപ്പർ കത്തിച്ചത്? പിന്നെ അല്ലാതെ ഉള്ള ജോലിയും പോയി. ചെറിയമ്മയുടെ വായിൽ നിന്ന് തെറിയും കേട്ടു. പേപ്പർ നോക്കിയപ്പോൾ അവരുടെ മുടിഞ്ഞ വർണ്ണന. ഏറ്റവും പ്രായം കുറഞ്ഞ യുവ ബിസിനസ്മാന്, ബിസിനസ് സാമ്രാജ്യത്തിലെ കിരീടം വെക്കാത്ത രാജാവ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അഭിറാം വർമ്മ അടുപ്പിൽ നിന്ന് കത്തി. ദുഷ്ട, ഇത്ര ദേഷ്യമായിരുന്നു നിനക്ക് എന്നോട്? പിന്നെ ആ സമയത്ത് ആളെ കിട്ടിയാൽ അടുപ്പിൽ വെച്ചേനെ, അത്ര ദേഷ്യം. പിന്നെ പ്രതികാരം അതൊക്കെ പോയിട്ടിപ്പോ ഈ ജിന്നിനോട് വല്ലാത്ത മുഹബത്താണ്. നീ എന്തൊരു റിവഞ്ചാണ് ചെയ്തത്? ഞാൻ ചെയ്തതല്ലേ മോളെ റിവഞ്ച്? എന്നെ അത്ര വെറുത്ത് നിന്നെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുക. പിന്നെ എൻ്റെ ഭാര്യയായി, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി ദേ ഇപ്പോൾ തന്നെ ഈ മടിയിലെ തല വെച്ചിങ്ങനെ കിടക്കുക. സ്വീറ്റ് റിവഞ്ച്. സോറി അബിയേട്ടാ അതൊക്കെ. അയ്യോ വേണ്ട, സെൻറ്റി അടിച്ച് ടൈം കളയരുത്. ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് വരട്ടെ. ഉറങ്ങരുത്, ഉറങ്ങിയ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ ട്രോഫി ഇപ്പോൾ എഴുന്നേറ്റ് അലാറം തുടങ്ങും മുൻപേ ഇന്നെങ്കിലും. അത്രയും പറഞ്ഞ് ചിരിയോടെ ഗിരിധരൻ്റെ റൂമിലേക്ക് പോയി അഭിയെ ലക്ഷ്മി ചിരിയോടെ നോക്കി. Now we going to announce the next category of our best businessman of the year, അഭിറാം വർമ്മ. മാറിവരുന്ന ബിസിനസ് മാറ്റങ്ങൾക്ക് ഒരേ ഒരു പേര്, അഭിറാം. ബിസിനസ് സ്വപ്നം കാണുന്ന ഏതൊരാളുടെയും റോൾ മോഡൽ പ്ലീസ്. കുഞ്ഞിനെ ലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്ത് അവാർഡ് വാങ്ങാൻ എഴുന്നേറ്റ അഭിയെ ഗിരിധർ നിറകണ്ണുകളോടെ നോക്കി. സ്റ്റേജിലെത്തി മൊമെൻ്റ് കയ്യിൽ വാങ്ങി നേരെ അഭി നോക്കിയതും അച്ഛൻ്റെ കണ്ണിലേക്കാണ്. സർ, 2 words. നന്ദി ഇങ്ങനെ ഒരു ജന്മം തന്ന അമ്മയ്ക്ക്. പിന്നെ സാക്ഷാൽ ജഗദീശ്വരനോട്. ഈ അവാർഡ് അദ്ദേഹത്തിനാണ്. ബിസിനസ്സിലെ എൻ്റെ ഒരേ ഒരു ഗുരു, എൻ്റെ റോൾ മോഡൽ, എൻ്റെ അച്ഛൻ. മകൻ തളർന്നു എന്ന് തോന്നുമ്പോൾ വാക്കുകൾ കൊണ്ട് വാശി കൂട്ടി ഒപ്പം നിന്നു. നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറയാതെ പറഞ്ഞു. പിന്നെ ഓരോ പുരുഷനും പൂർണ്ണനാകുക തൻ്റെ നല്ല പാതിയൊപ്പം ചേരുമ്പോഴാണ്. എന്നിലെ പുരുഷനെ പൂർണ്ണമാക്കി ഒപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായ എൻ്റെ മോളെ എനിക്ക് തന്നു. താങ്ക്സ് ലക്ഷ്മി. പിന്നെ എടുത്തു പറയേണ്ട വേറൊരാൾ, 24 വർഷമായി അവൻ എനിക്ക് ആരാണ് എന്ന് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നു. സഞ്ജീവ്, എൻ്റെ സഞ്ജു. അവനില്ലെങ്കിൽ ഞാൻ പൂർണ്ണനാവില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സങ്കടവും ആയാലും അവനൊപ്പം നിന്നു. പിന്നെ എൻ്റെ ചേട്ടൻ മാത്രമാണ് എൻ്റെ ഹീറോ എന്ന് പറയുന്ന എൻ്റെ ആമി. പിന്നെ ലൈഫിൽ കടന്നു വന്ന ഒത്തിരി മുഖങ്ങൾ, ശത്രുവായും മിത്രമായും എല്ലാവരോടും നന്ദി. സ്റ്റേജിൽ നിന്നും ഇറങ്ങി തൻ്റെ അടുത്ത് വന്ന മകനെ ഗിരിധർ ചേർത്തു നിർത്തി. അഭിമാനമാണ് ഈ നിമിഷം അഭിറാം വർമ്മയുടെ അച്ഛന്. നന്ദി ഞാനെന്ന അച്ഛൻ്റെ സ്വപ്നത്തിന് കാവൽക്കാരനായതിന്. തന്നെ കെട്ടിപ്പിടിച്ച് അത്രയും പറഞ്ഞ അച്ഛനെ അഭിറുക്കെ പുണർന്നു. നന്ദി അങ്ങനെ പറയരുത്. ഈ ജന്മം തന്നതിന് ഞാനാണ് നന്ദി പറയേണ്ടത്. അയ്യോ, എന്തിനാ അപ്പൂപ്പയുടെ മോൾ കരയുന്നത്? പെട്ടെന്ന് അഭിയെ അകറ്റി നിർത്തി കരഞ്ഞ കുഞ്ഞിനെ ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ അച്ഛൻ അഭി ചിരിയോടെ നോക്കി. അഭി, നിന്റെ പെങ്ങൾ നിന്നോട് പിണങ്ങി. എന്തിനാ അമ്മി നീ എന്നോട് പിണങ്ങിയത്? സഞ്ജു പറഞ്ഞത് കേട്ട് അഭി ആമിയെ ചേർത്തു നിർത്തി. അഭിയേട്ടൻ നിന്റെ പേര് ലാസ്റ്റാണ് പറഞ്ഞത്. ഞാൻ പിണങ്ങി. അയ്യോ സോറി, നെക്സ്റ്റ് ടൈം ആദ്യം നിന്റെ പേര് പറയൂ. ഞാൻ അവാർഡ് മേടിച്ചാലേ അപ്പോൾ നിന്റെ പേര് ആദ്യം പറയൂ ആമി. സഞ്ജു അത് പറഞ്ഞതും ആമി ഒന്ന് ചിരിച്ചു. എങ്കിലേ കാക്ക മലർന്നു പറക്കും. ആമിയോട് പറഞ്ഞു കേട്ട് അഭിയൊന്ന് ചിരിച്ചു. എന്താടാ അഭിറാം വർമ്മ, നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ബെറ്റ് വയ്ക്കാം. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിന്റെ കയ്യിലിരിക്കുന്ന മൊമെൻറ്റോ എൻ്റെ കയ്യിൽ വരും. നോക്കാം. അങ്ങനെയൊന്നും നടന്നാൽ സഞ്ജീവ് മഹാദേവൻ എന്തു പറയുന്നു അത് അഭിറാം വർമ്മ ചെയ്യും. സമ്മതിച്ചു. പക്ഷേ ഒരു കാര്യം, ഒരു 5 വർഷം നീ ബിസിനസ് വിട്ട് നിൽക്കണം. സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. അഭിറാം സർ, വൈഫിൻ്റെ ഒപ്പം നിന്നൊരു ഫോട്ടോ പ്ലീസ്. ഫോട്ടോഗ്രാഫർ പറഞ്ഞു കേട്ട് അഭിലക്ഷ്മിയെ ചേർത്തു നിർത്തി.
സാരിയുടെ ഇടയിലൂടെ വയറിൽ കുസൃതി കാട്ടി അവനെ ലക്ഷ്മി കപട ദേഷ്യത്തിൽ നോക്കി. ഇവിടെ വെച്ച് കടി കിട്ടിയ നാണക്കേടാണ്. കൈയെടുക്ക് മോനെ അഭിറാം വർമ്മേ. അയ്യോടാ വടയക്ഷി, ചതിക്കരുത്. ആ പേടി വേണം. അത് പറഞ്ഞ് തന്നിലേക്ക് ചേർന്ന് നിന്ന ലക്ഷ്മി അഭി കൂടുതൽ ചേർത്തു നിർത്തി. 7 വർഷങ്ങൾക്ക് ശേഷം. മേ ഐ കമിൻ? യെസ് കമ്മിങ്. ഗുഡ് ഈവനിങ് മാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ രാവിലെ വരാൻ പറ്റാഞ്ഞത്. സോറി. ഇറ്റ്സ് ഓക്കെ. ലക്ഷ്മി അഭിറാം, ടേക്ക് യുവർ സീറ്റ്. ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടായില്ലേ ഓഫീസ് തിരക്കിനിടയിൽ ആഴ്ചയാഴ്ച സ്കൂളിൽ വരവ്? പകുതി കളിയാക്കിയും പകുതി കാര്യത്തിലുമുള്ള അവരുടെ ചോദ്യം കേട്ട് ലക്ഷ്മി ഒന്ന് ചിരിച്ചു. മാം, ഇത്തവണ ആദു എന്താ ഒപ്പിച്ചേ? എന്താ ആ കുട്ടി ഒപ്പിക്കാത്തത്? എൻ്റെ ജീവിതത്തിൽ ഇമ്മാതിരി ഒന്നിനെ ഞാൻ കണ്ടിട്ടില്ല. 6 വയസ്സ്. ഇപ്പോഴീ കുട്ടി ഇങ്ങനെ തുടങ്ങിയാൽ വലുതായാലോ? സോറി മാം, ഇപ്പം എന്താ പ്രോബ്ലം? ഞാൻ വിളിക്കാം. ലക്ഷ്മി തന്നെ നേരിൽ ചോദിക്ക്. ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നും അദ്രിക അഭിറാം വർമ്മ ഒന്ന് കൂട്ടിക്കൊണ്ടുവാ. അടുത്ത നാളോട് പ്രിൻസി പറഞ്ഞു. പറ, എന്താ ചിരി കണ്ടാ പറയുമോ? കയ്യിലിരിപ്പ് ഇത്ര വലുതെന്ന്. പ്രിൻസി പറഞ്ഞത് കേട്ട് അങ്ങോട്ട് നോക്കിയ ലക്ഷ്മി ചിരിയോടെ കയറി വരുന്ന കുട്ടിയെ ദേഷ്യത്തിൽ മുഖം കൂർപ്പിച്ച് നോക്കി. അഭിയെ ഓർമ്മിപ്പിക്കും പോലെ മനോഹരമായ ചിരിയായിരുന്നു ആ മുഖത്ത്. പിന്നീട്ട നീണ്ട മുടിയും തിളങ്ങുന്ന കണ്ണുകളും അവൾക്കൊരു മാലാഖയുടെ പരിവേഷം നൽകി. വന്നല്ലോ അദ്രിക അഭിറാം വർമ്മ. എന്താ നിൽപ്പ്, എന്താ വിനയം! ഈ കുട്ടിയുടെ അനിയനല്ലേ UKG ക്ലാസ്സിലെ അദ്രിക് സഞ്ജീവ്? എന്ത് പാവാണ് ആ കുട്ടി. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പറ. മറ്റു പാരൻസ് കംപ്ലൈൻറ്റ് തുടങ്ങി. ഇന്ന് തന്നെ ഋതിക് എന്ന് പറയുന്ന കുട്ടിയുടെ മൂക്കിൻ്റെ പാലമാണ് ഇവൾ ഇടിച്ചു തകർത്തത്. അതും പോരാത്തതിന് ഒപ്പമിരുന്ന കുട്ടിയുടെ കയ്യും കടിച്ചു പറിച്ചു. ലക്ഷ്മി ദേഷ്യത്തിൽ അവളെ നോക്കിയത് മാധു ഒന്ന് ചിരിച്ചു കാണിച്ചു. ദേ, ഇതാണ്. ആരെന്ത് പറഞ്ഞാലും മുഖത്തുടനെ ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്യും. അത് കണ്ടാൽ പിന്നെ ആരൊന്നും പറയില്ലല്ലോ. എന്താ ലക്ഷ്മി ഞാൻ ചെയ്യേണ്ടത്? ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ്. ഇനി ഒരു തവണ കൂടി അദ്രിക ഇതൊക്കെ ആവർത്തിച്ച ഞാൻ വിളിക്കുക അഭിറാമിനെ ആവും. എന്തായാലും അച്ഛനെ പേടി കാണാതിരിക്കില്ലല്ലോ. സോറി മാം, ഇനി ആവർത്തിക്കില്ല. ഒരു തവണ കൂടി പ്ലീസ്. ഇത്തവണ കൂടി ഞാൻ ക്ഷമിച്ചു. ഇനി ആവർത്തിച്ച വേറെ സ്കൂൾ നോക്കണം. സ്കൂൾ ഏതായാലും അങ്ങോട്ട് ചെല്ലുന്ന ആളിതല്ലേ. ഇങ്ങനത്തെ പഠിത്തമാണെങ്കിൽ നീ ഒരു 10ാം ക്ലാസ് ആവുമ്പോൾ നിന്റെ അച്ഛൻ കേരളത്തിലെ എല്ലാ സ്കൂളും കയറി ഇറങ്ങേണ്ടി വരും. കൊച്ചുകുട്ടിയാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷേ എന്താ ചെയ്യുക? സോറി ലക്ഷ്മി. ഇറ്റ്സ് ഓക്കെ എഗെയിൻ. സോറി മാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ, സ്കൂളിൽ വിടാൻ ടൈമായല്ലോ. അപ്പോൾ ആദവും ആദിയും ഞാനൊപ്പം കൊണ്ടുപോകട്ടെ. ശരി ലക്ഷ്മി, അദ്രികിൻ്റെ മിസ്സിനോട് പറഞ്ഞാൽ മതി. ആദി ചേച്ചി, ഞാനാണ് ഫ്രണ്ടിലിരിക്കുക, ചേച്ചി പുറകിലിരുന്നു. നീ ഇരുന്നു ആദി. ഞാനെങ്ങും അമ്മ ഓടിക്കുന്ന കാറിൻ്റെ ഫ്രണ്ടിലിരിക്കില്ല. കാറിൻ്റെ അടുത്തേക്ക് നടക്കുന്ന 2 പേരുടെയും സംസാരം കേട്ട് ലക്ഷ്മി അങ്ങോട്ട് നോക്കി. അതെന്താ, നിനക്ക് എൻ്റെ ഒപ്പം ഇരുന്ന? നിന്റെ അച്ഛൻ ഡ്രൈവ് ചെയ്താൽ മാത്രം നീ ഫ്രണ്ടിലിരിക്കൂ? ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് അവളൊന്ന് ചിരിച്ചു കാണിച്ചു. നിന്റെ ചിരി വീട്ടിൽ ചെല്ലട്ടെ, ബാക്കി പിന്നെ. ഹലോ ആമി, ആദ്യം എൻ്റെ ഒപ്പം ഉണ്ട്. നീ വീട്ടിലേക്ക് പോര്. ചേച്ചി, ഇന്ന് സ്കൂളിൽ പോയോ? ഒരാഴ്ചയായോ ഒന്ന് സോൾവ് ചെയ്തിട്ട്? ആ ടൈപ്പ് സാധനമാണല്ലോ നിന്റെ ചേട്ടൻ്റെ ട്രോഫി. അവൾ കുഞ്ഞല്ലേ ചേച്ചി. നീ ഒറ്റ ഒരുത്തിയാ ഇവളെ കൊഞ്ചിച്ചിങ്ങനെ ആക്കിയേ. എന്തായാലും വീട്ടിൽ വാ. ഫോൺ വെച്ച് നേരെ നോക്കിയപ്പോൾ രണ്ടും പിൻസീറ്റിൽ കയറിയിരുന്നു. 2 പേരും അവിടെയാണോ ഇരിക്കുന്നത്? ആ, ഞാനിവിടെയാണ്. ആദി, നീ പോയിരുന്നു? വേണ്ട, ഞാൻ ചേച്ചിയുടെ ഒപ്പം ഇരിക്കൂ. അമ്മേ, അഭിയേട്ടനല്ല, അച്ഛൻ വന്നോ? ഇല്ല, കുറച്ച് കഴിഞ്ഞു വരും. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ആദു, ഇനി അച്ഛനെയും കൂട്ടി വന്നോണം. എനിക്ക് പറ്റില്ല അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കാൻ. ഈ മാസം എത്രാമത്തേതാണിത്? വഴക്ക് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയതും ഞാൻ ഇവിടെയെങ്ങുമുള്ള ആളല്ല എന്ന മട്ടിലാദു. സീറ്റിൽ ചാരി ഉറക്കം. ആദിയാണെങ്കിൽ അവളെ ചാരി പുറത്തോട്ട് നോക്കിയിരിക്കുന്നു. ചിരിയോടെ ലക്ഷ്മി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാർ മുറ്റത്തെത്തിയതും അവരെ നോക്കി നിന്ന പോലെ ഗിരിധരും രാജിയും അങ്ങോട്ട് വന്നു. ഞങ്ങൾ അങ്ങോട്ടല്ലേ വച്ചാ വരുന്നത്? ഇങ്ങനെ മുറ്റത്ത് നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ ചക്കരക്കുട്ടിയെ കാണാനാണ് മോളെ. എവിടെ? എൻ്റെ വഴക്ക് കേട്ട് കള്ളം കാണിച്ച് ഇറങ്ങുന്നു. അപ്പൂപ്പയുടെ ചക്കരെ എന്ന വിളി കേട്ട് ആദ്യം തൻ്റെ ഒരു കണ്ണ് തുറന്ന് നോക്കി. പിന്നെ 2 കണ്ണും തുറന്ന് ഗിരിധരൻ്റെ ദേഹത്തേക്ക് ചാടി. രാജി ആദ്യം ഉറങ്ങി. അവനെ ഒന്നെടുത്തേ. എന്താണമ്മേ, സർക്കാർ വണ്ടിയൊക്കെ കളക്ടർ സാറ് വന്നിട്ടുണ്ടോ? പുറത്ത് കിടന്ന കാറ് നോക്കി രാജിയോട് ലക്ഷ്മി ചോദിച്ചു. ആ, അപ്പോൾ വന്നിട്ട് കുറച്ചു നേരമായി മോളെ. ആദ്യം എടുത്തുകൊണ്ട് രാജി പറഞ്ഞു. എന്താണ് കളക്ടർ സാർ, ഫോൺ തോണ്ടി തോണ്ടി കുളാക്കുവോ? ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് ഫോണിൽ നിന്ന് രാഹുൽ തൻ്റെ കണ്ണെടുത്തു. നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലച്ചു, എന്നെ കയറി സാറേ സാറേ എന്ന് വിളിക്കരുതെന്ന്. അയ്യോ, പിന്നെന്താണ് സാറേ വിളിക്കേണ്ടത്? എന്തിനാ, നീ ചുമ്മാ ഇറങ്ങിയതാണോ?
ഞാൻ അഭിയേട്ടനൊന്ന് കാണാൻ. റെക്കോർഡിംഗ് കഴിഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ സഞ്ജുവേട്ടൻ്റെ ഓഫീസിലുണ്ട്. പക്ഷേ ഇതുവരെ വന്നില്ലല്ലോ. എത്ര നേരമായി ഞാൻ നോക്കിയിരിക്കുന്നു. രാഹുലിൻ്റെ സങ്കടത്തോടെയുള്ള മുഖം കണ്ട് ലക്ഷ്മി ഒന്ന് ചിരിച്ചു. അയ്യടാ, അങ്ങേരുടെ ഭാര്യയായ എനിക്കില്ല പുള്ളിയെ കാണാൻ ഇത്രയും ആഗ്രഹം. അവൻ്റെ വെപ്രാളം എല്ലാവർക്കും അഭിയേട്ടന് മതി. നിന്റെ പെങ്ങളൊരുത്തിയുണ്ട്, അവൾക്ക് ബെഡ് റെസ്റ്റാണ്. എങ്കിലും അഭിയേട്ടൻ വന്നിട്ട് ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. സജിത്ത് അളിയൻ വിളിച്ചു ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ മുടിഞ്ഞ പരാതിയെന്ന്. അളിയനെ വിട്ട് ആകെ വരുന്നത് ഇങ്ങോട്ടാണ്. നിന്റെ നിരഞ്ജന IPS ഞങ്ങൾ തമ്മിൽ നിന്ന് കണ്ടു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു 8 മാസമായി. ഒന്ന് പോയി കെട്ടിക്കൂടെ? പറഞ്ഞു നിന്നെ കണ്ടെന്ന്. എന്തായാലും 2 മാസം കൂടി കഴിഞ്ഞാൽ അമ്മുവിൻ്റെ ഡെലിവറി കഴിയും. പിന്നെ എൻ്റെ അഭിയേട്ടൻ ഫ്രീ ആവണ്ടേ? ഒരു അഭിയേട്ടൻ? നീയും നിന്റെ പെങ്ങളും എപ്പോഴും ഒരു കാര്യം ഓർക്കണം. ഈ എന്നെയാണ് ആദ്യം കണ്ടത്, പിന്നെയാണ് നിന്റെ അഭിയേട്ടൻ. നിന്റെയൊക്കെ പെരുമാറ്റം കണ്ടാലേ എന്നെ ഏതോ വഴിയിൽ നിന്ന് കിട്ടിയതുപോലെയാണല്ലോ. ഞാനിപ്പോൾ വരാം. തന്നോട് അത്രയും പറഞ്ഞ് മുകളിലേക്ക് പോയ ലക്ഷ്മിയെ ചിരിയോടെ രാഹുൽ നോക്കി. ലക്ഷ്മി മടക്കിയ തുണി വയ്ക്കാൻ കബോർഡ് തുറന്നതും ഏറ്റവും പ്രിയപ്പെട്ട ഗന്ധം നാസികയുടെ ഉള്ളിലെത്തി. മടക്കി വെച്ച ഷർട്ടിൽ ഒന്നെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു. എന്താണ് ചേച്ചി? എൻ്റെ ചേട്ടൻ നേരിൽ കൊടുക്കേണ്ട ഉമ്മ ഷർട്ടിലാണ് കൊടുക്കുന്നത്. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ നേരിൽ കൊടുക്കാം. ആമയുടെ ശബ്ദം കേട്ട് ലക്ഷ്മി ഷർട്ടിൽ നിന്നും ചുണ്ടെടുത്തു. എന്തു ചെയ്യാം, നിന്റെ ചേട്ടനോട് വല്ലാത്ത പ്രണയമായി പോയി. എന്താ നിന്റെ കയ്യിൽ? ഷർട്ട് കബോർഡിൽ തിരിച്ചു വെച്ച ആമയുടെ കയ്യിലിരുന്ന ബോക്സ് കണ്ട് ലക്ഷ്മി ചോദിച്ചു. അതോ, എൻ്റെ കുഞ്ഞിക്കിളിക്കൊരു ചിലങ്ക. കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്തത് ഒത്തുപോയി എന്ന്. എൻ്റെ ആമി, നിനക്കൊരു പണിയുമില്ല. ഇനി അതും കിളിക്ക് രാത്രി ഇവിടുന്ന് നടന്ന് ഞങ്ങളുടെ ഉറക്കം കളയും. ഒരാഴ്ചയായി നിന്റെ ചേട്ടൻ പോയിട്ട്. ഇന്ന് വരും. എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണോ ആമി? അച്ചോടാ, കൊണ്ടുവരുമെന്ന് പറഞ്ഞു പോയി. സോറി ചേച്ചി. അവളോട് നോ പറയാൻ വയ്യ. ചേച്ചി സങ്കടപ്പെടേണ്ട. ഇപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞുകൊണ്ട് അഭിയേട്ടന് ഉടനെ ഒന്നും വിദേശത്ത് പോവില്ല. പിന്നെ പെൻഡിങ്ങുള്ള റെക്കോർഡിങ് ഇവിടെ ഏതെങ്കിലും സ്റ്റുഡിയോയിലാവും. നിനക്കെൻ്റെ ശാപമുണ്ട്. റൊമാൻസ് ഉണ്ടാവരുതെന്നാണോ ശാപം? അത് ചേച്ചി എന്നല്ല, ദൈവം ശപിച്ചു കാര്യമില്ല. കാരണം എൻ്റെ സഞ്ജുവേട്ടൻ റൊമാൻസിൽ പുലിയാണ്. അതങ്ങനെ ഒന്ന്. കുഞ്ഞി എവിടെ? ആന കളിക്കുന്നു. സബ് കളക്ടറാണ് ആന. പാവം അപ്പുവേട്ടൻ പെട്ടു. ആദ്യമാണ് പാപ്പാൻ, ജാക്കി 2ാം പാപ്പാൻ. എങ്കിലൊന്ന് കളക്ടർ സാർ ജാക്കിയോട് കടികൊള്ളും. നിനക്ക് ജോലി എങ്ങനെയായിരുന്നോ അതുപോലെയാണ് കുഞ്ഞിക്ക് ജാക്കി. എവിടെ പോയാലും ഒപ്പം. അതുകൊണ്ട് പേടിക്കണ്ട. എന്തു പേടി? എൻ്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല. അതിനാരുകൊണ്ട് പോയാലും ഇങ്ങ് കൊണ്ടാക്കും. അങ്ങനെയുള്ള മുതലാണത്. എന്തായിരുന്നു സ്കൂളിൽ പ്രോബ്ലം? ഒരു ഇടി, ഒരു കടി. കാര്യം അറിയില്ല, ചോദിക്കാൻ വാ. കുഞ്ഞി. ലക്ഷ്മിയുടെ വിളിയിൽ രാഹുലിൻ്റെ പുറത്തുനിന്ന് ആദ്യ ചിരിയോടെ ഇറങ്ങി. ജാക്കിയാണേൽ ഓടി അവളുടെ അടുത്ത് വന്നു. എന്തു വെച്ചയാടി കുഞ്ഞു? പേടിച്ചു പോയി. രാഹുൽ ലക്ഷ്മിയെ വഴക്ക് പറഞ്ഞു കേട്ട് കുഞ്ഞി ഒന്ന് ചിരിച്ചു. ദേ അപ്പു, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. എനിക്ക് വയ്യ ഇവളുടെ സ്കൂളിൽ പോക്ക്. ഇനി നിന്റെ അച്ഛനെയും കൂട്ടി പോവണം. അല്ലേ നിന്റെ ആമി നിൽക്കുന്നു, കൊണ്ടുപോ. എന്തിനാ മോളി എൻ്റെ ചക്കരെ വഴക്ക് പറയുന്നത്? എൻ്റെ അച്ഛ ഇവൾ കാരണം പ്രിൻസിപ്പലിന് മടുത്തു. അച്ഛൻ അവളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ എന്താ? ആരെയും പേടിയില്ല. അച്ഛനെ ഒട്ടുമില്ല. അപ്പൂപ്പിനെ പിന്നെ പറയണ്ട. തനിക്ക് സപ്പോർട്ട് നിന്ന ഗിരിധരനെ ലക്ഷ്മി വഴക്ക് പറഞ്ഞു കേട്ട് അയാളെ നോക്കി കുഞ്ഞി തൻ്റെ കണ്ണിറുക്കി. കുഞ്ഞിയെ വഴക്ക് പറഞ്ഞ ലക്ഷ്മിയുടെ ഒച്ച ഉയരും തോറും ജാക്കിയുടെയും കുര ഉയർന്നു. കുഞ്ഞി, ഇതിൻ്റെ കുര നിർത്താൻ പറ, അല്ലേ ഇപ്പോൾ കൊണ്ട് ഞാൻ കൂട്ടിലിടും. ലക്ഷ്മി അത് പറഞ്ഞതും ജാക്കി തൻ്റെ കുര നിർത്തി. എന്താണ് സഞ്ജു, നിന്റെ പെങ്ങളുടെ ഒച്ച പൊങ്ങുന്നു. അതിനും ഉച്ചയിൽ ജാക്കി. അപ്പോൾ ഇരേൻ്റെ കുഞ്ഞിയാണ്. കാറിൻ്റെ ചാവി പോക്കറ്റിലിട്ട് വീടിനുള്ളിലേക്ക് കയറി അഭി പറഞ്ഞു. അവിടെ കണ്ട കാഴ്ച ചിരിയോടെ നോക്കി നിന്നു. ഒരു വടിയുമായി ലക്ഷ്മി നിൽപ്പുണ്ട്. കുഞ്ഞി ഇതൊക്കെ നിസ്സാരമെന്ന മട്ടിൽ അടുത്തിരുന്ന ജാക്കിയുടെ തല തലോടുന്നു. വഴിയടിക്കാൻ പൊക്കിയെ പിടിക്കാൻ ഗിരിധറും ആമിയും രാജിയും റെഡിയായി നിൽക്കുന്നു. കളക്ടർ സാർ ഇപ്പം കരയുമെന്ന മട്ടിൽ സോഫയിൽ അവൻ്റെ മടിയിൽ ആദിയും. എന്താണ് കളക്ടർ സാർ, ഇവിടെ നിയമത്തിനൊരു വിലയുമില്ലേ? ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന കണ്ടിട്ട് നോക്കി നിൽക്കുന്ന സബ് കളക്ടർ ശരിയല്ല, രാജിവെക്കണം. ചിരിയോടെയുള്ള അബിയുടെ പറച്ചിൽ കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. ലക്ഷ്മി അബി കാണാതെ ഇരിക്കാൻ വടി തൻ്റെ പുറകിൽ ഒളിപ്പിച്ചു. രാഹുൽ ചിരിയോടെ സോഫയിൽ നിന്നും എണീറ്റു നിന്നു. ആദ്യോടി അബിയുടെ അടുത്ത് ചെന്ന് കയ്യിൽ കയറി. അബിയേട്ടാ എന്ന വിളിയോടെ ആമിയും കുഞ്ഞിയും ഓടി വന്നു. കുഞ്ഞിയുടെ ഒപ്പം ജാക്കിയും. തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ ആമിയെ അബി ചേർത്തു നിർത്തി. ഇത് കണ്ടോ സഞ്ജു, അച്ഛേ, ഈ അബിയേട്ടന് എന്നോടൊരു സ്നേഹവും ഇല്ല. ആമിയുടെ അടുത്താണ് കൂടുതൽ സ്നേഹം. അച്ഛേ, അവന് പോവാൻ പറ. എൻ്റെ മുത്തിനെ ഞാനെടുക്കാം. തൻ്റെ അടുത്ത് പരാതിയും കൊണ്ടുവന്ന കുഞ്ഞിയെ സഞ്ജു എടുത്ത് പിടിച്ചുമ്മ വെച്ചു.
അയ്യോ സോറി മുത്തേ, ഈ ആമിയുണ്ടല്ലോ അച്ചയോട് പിണങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല. എൻ്റെ മുത്തിനെ അച്ചയെടുക്കാം, വാ. തൻ്റെ നേരെ കൈ നീട്ടി അബിയെ കുഞ്ഞിയൊന്ന് നോക്കി. ഒരു ചിരിയോടെ ആ കൈയിലേക്ക് ചാടി കഴുത്തിൽ കൈയൊട്ടി കെട്ടിപ്പിടിച്ചു. കുഞ്ഞിയെ തന്നിലേക്ക് ചേർത്ത് നിർത്തുമ്പോഴും അബിയുടെ കണ്ണുകൾ തൻ്റെ പ്രണയത്തെ തേടി ചെന്നു. ലക്ഷ്മി തനിക്ക് നൽകിയ പുഞ്ചിരി തിരിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് കണ്ണു ചെമ്മി കാണിച്ചു. ഇന്നും അപ്പു പടികൊള്ളാതെ രക്ഷിച്ചോ? ഗിരിധനും രാജിയും അബി പറഞ്ഞു കേട്ട് ചിരിച്ചു. അമ്മേ, എനിക്കൊരു കോഫി തരാൻ ഇവിടെ ആരുമില്ലേ? അത് നീ അറിഞ്ഞില്ലേ? നിന്നെ ഇപ്പോഴേ പഴയ പോലെ ഇവിടെ ആർക്കും ഒരു വിലയുമില്ല. സഞ്ജു പറഞ്ഞത് കേട്ട് അബിയൊന്ന് ചിരിച്ചു. ലക്ഷ്മിയെ നോക്കിയത് അവൾ കോഫി എടുക്കാനായി അകത്തേക്ക് പോയി. എന്താണ് കളക്ടർ സാർ, ചുമ്മാ ഇറങ്ങിയതാണോ? അബിയേട്ടനൊന്ന് കാണാൻ. എന്തിനാ അബിയേട്ട എന്നെ സാറെന്ന് വിളിക്കുന്നത്? സോറി അപ്പു, അറിയാതെ വിളിച്ചതാ. തൻ്റെ അടുത്ത് വന്ന് അത്രയും പറഞ്ഞ രാഹുലിനെ അബി ചുമലിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. സഞ്ജുവേട്ടൻ എന്നെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല. ഇപ്പോൾ MD ആയതുകൊണ്ട് മുടിഞ്ഞ പവറാണ്. ഒന്ന് പോടാ പവറെ, ഞാനൊരു പാവം ഇങ്ങനെ ജീവിക്കുന്നു. രാഹുലിനെ നോക്കി ചിരിയോടെ സഞ്ജു പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇന്നെന്തായിരുന്നു സ്കൂളിൽ? പറഞ്ഞു കൊടുക്ക അച്ഛനോട് എന്താന്ന്. ഇനി എനിക്ക് വയ്യ അബിയേട്ട ആ പ്രിൻസിപ്പാളിൻ്റെ വായിൽ നിന്നും കേൾക്കാൻ. ഇവളൊരു കുട്ടിയെ മൂക്കിടിച്ചു. ഇടിച്ചതിന് ആ ഒരു കുട്ടി കടിച്ചു പറിച്ചു. ആണോ? അച്ഛയുടെ മുത്തെന്തിനെ ഇതൊക്കെ ചെയ്തേ? ലക്ഷ്മി പറഞ്ഞത് കേട്ട് കുഞ്ഞിയുടെ അടുത്തിരുന്ന് അബി ചോദിച്ചു. അവൻ പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന് പിടിച്ചു പോയതാ, സോറി. ചെവി രണ്ടിലും കൈ പിടിച്ച് കുഞ്ഞ് സങ്കടത്തിൽ പറഞ്ഞു. എന്താ അവൻ പറഞ്ഞേ? അതോ, അവൻ പറയാ എൻ്റെ മുടി യക്ഷിയെ പോലെയെന്ന്. അതുമാത്രമല്ല, അവൻ എൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അപ്പം അറിയാതെ ഇടിച്ചു പോയതാ. കുഞ്ഞിനെ ഒന്നും പറയാൻ പറ്റില്ല, DNA ചതിച്ചതാണ് അല്ലേ പെങ്ങളെ? സഞ്ജു പറഞ്ഞത് കേട്ട് ചിരിയോടെ അബി ലക്ഷ്മിയെ നോക്കി. ലക്ഷ്മിയാണെങ്കിൽ ഒരു ചമ്മിയ മുഖത്തോടെ നിന്നു. ഒന്ന് വിധിയായി, ഇനി കടിച്ചത് എന്തിനാ? ആമിയുടെ ചോദ്യം കേട്ട് കുഞ്ഞി അങ്ങോട്ട് നോക്കി. അതുണ്ടല്ലോ ആമിയൻ്റെ ഫ്രണ്ട് നിയ എൻ്റെ അബിയേട്ടനെ പറ്റി പറഞ്ഞിട്ടാ. അയ്യോ, എന്താ അബിയേട്ടനെ പറ്റി പറഞ്ഞത്? അതോ, അബിയേട്ടൻ്റെ പാട്ട് വരുമ്പോൾ നിയ ചാനൽ മാറ്റി കൊച്ചു TV വെച്ച് ഡോറ കാണുന്നു. അതെന്താ, അവൾക്ക് എൻ്റെ അബിയേട്ടൻ്റെ പാട്ട് കേട്ടാ? കുഞ്ഞ് പറഞ്ഞത് കേട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു. അബി വീണ്ടും ചരിത്രം ജയിച്ചു. എന്താ സഞ്ജു? തൻ്റെ ചെവിയിൽ വന്ന് സഞ്ജു പറഞ്ഞത് കേട്ട് അബി ചോദിച്ചു. മത്തൻ കുത്തിയ സാധാരണ കുമ്പളം മുളച്ച ചരിത്രമില്ല. നിൻ്റെയൊക്കെയല്ലേ ഇങ്ങനെയേ വരൂ. നോക്കി എൻ്റെ ആദ്യന്ത് പാവെന്ന് എന്നെ പോലെ. ഇവളിങ്ങനെ പോയാലേ ഞാൻ തുമ്മി ചാവും സഞ്ജു. വിധി. സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് അബിയൊന്ന് ചിരിച്ചു കാണിച്ചു. ലക്ഷ്മി റൂമിൽ വരുമ്പോൾ കുഞ്ഞിയെ നെഞ്ചിൽ കിടത്തി ഉറക്കുന്ന അബിയെയാണ് കണ്ടത്. അബിയേട്ടനടുത്ത് നെഞ്ചിൽ കിടത്താൻ അറിയാം, ഉറങ്ങിയ മോളെ താഴെ കിടത്താൻ അറിയില്ല. എനിക്ക് അവളെ നെഞ്ചിൽ ചേർക്കാനേ പറ്റൂ, നെഞ്ചിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല. തന്നെ ഇറുക്കി പുണർന്ന് അത്രയും പറഞ്ഞ് അബിയെ ലക്ഷ്മി സ്നേഹത്തോടെ നോക്കി. എന്താണ് ഭാര്യ ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ കൺട്രോൾ കളയാൻ. നാളെയല്ലേ നിത്യയുടെ മോൻ്റെ ബർത്ത്ഡേ, അബിയേട്ടൻ ഫ്രീ ആണോ? ഫ്രീ അല്ലെങ്കിലും നീ പറയുന്ന എന്തേലും ഞാൻ പറയുമോ? നിത്യ എൻ്റെ സ്വന്തം അനിയത്തിയല്ലേ. പിന്നെ ഒരു കാര്യം ലച്ചു, അച്ഛൻ മരിച്ചിട്ട് 1 വർഷം പോലും ആയി. ആ വീട്ടിൽ ചെറിയ ഒറ്റയ്ക്കല്ലേ, നിത്യൊപ്പം കൂട്ടില്ല, അതാവും. പക്ഷേ എന്തൊക്കെ നിന്നോട് പറഞ്ഞാലും നിന്നെ വേദനിപ്പിച്ചെങ്കിലും നിൻ്റെ അമ്മയുടെ സ്ഥാനമാണ്. നാളെ ഇങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം, വരില്ല എങ്കിൽ ബാക്കി അവരുടെ ഇഷ്ടം. അബിയേട്ടനൊരു മാറ്റവുമില്ല. തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന ലക്ഷ്മി പറഞ്ഞത് കേട്ട് അബി അവളെ ചേർത്ത് പിടിച്ചു. അയ്യോ, പഴയ പോലെ ഇരിക്കാനാണ് 2 മണിക്കൂർ കൂടുതൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ബോഡി ഉടഞ്ഞ ചങ്ക് പറയും. ഒന്ന് പോ അബിയേട്ടാ, ഏത് നേരം ഒരു ബോഡി. ഇങ്ങനെയുണ്ടോ മനുഷ്യന് ബോഡി ഭ്രാന്ത്? അതൊക്കെ പോട്ടെ, ഇന്ന് വർമ്മ അസോസിയേറ്റ് MD മിസ്സസ് ലക്ഷ്മി അഭിറാം മീറ്റിംഗ് തകർത്തു എന്നറിഞ്ഞു. പ്രസൻറ്റേഷൻ സൂപ്പറായിരുന്നു എന്നാണ് കേട്ടത്. ആരാ പറഞ്ഞേ? എങ്ങനെ അറിഞ്ഞു അബിയേട്ടാ? 2 വർഷമായി ബിസിനസ് വിട്ടിട്ട് എങ്കിലും അഭിറാം വർമ്മയുടെ ഫാൻസ് അതിനുള്ളിലുണ്ട്. നിരഞ്ജൻ മേനോൻ ബ്ലൂ ഡയമണ്ട് MD അവൻ വിളിച്ചു പറഞ്ഞതാണ്. അബിയേട്ടൻ ബിസിനസ്സിലായിരുന്നപ്പോൾ ഇത്ര ബിസി ആയിരുന്നില്ല. ഇപ്പോൾ സിംഗറായപ്പോൾ ഒട്ടും സമയമില്ല. ഒരാഴ്ച എനിക്ക് എന്ത് സങ്കടമായി എന്നോ അബിയേട്ടനെ കാണാതെ. തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്ന ലക്ഷ്മി അബി അമർത്തി ചുംബിച്ചു. എനിക്കങ്ങനെ തന്നെ, നിന്നെയും മോളെയും കാണാതെ എനിക്കും പറ്റില്ല. നിന്റെ അതേ സ്വഭാവമാണ് ഈ പെണ്ണിന്. മിക്കവാറും നാട്ടുകാരനെ തല്ലിക്കൊല്ലും. പറഞ്ഞു തീർന്നതും ലക്ഷ്മി അബിയുടെ കവളിൽ അമർത്തി കടിച്ചു. കടിയുടെ പകരമായി തന്നിലേക്ക് അമർന്ന് അവൻ ഒഴുകിയ സ്നേഹത്തെ അവൾ ചേർത്തു പിടിച്ചു. നിന്നിൽ ഞാനൊരു മഴ പോലെ പെയ്യും, നിന്നെ നനച്ച് നിന്റെ ആത്മാവിനെ എന്നോട് ചേർക്കും. ഒടുവിൽ ഒരു പുഴയായി തീർന്ന് നമ്മൾ ഒന്നിച്ചൊഴുകും. തൻ്റെ നെഞ്ചിൽ കിതപ്പോടെ വീണ അവനെ ലക്ഷ്മി അമർത്തി ചുംബിച്ചു. അബിയേട്ടാ, ഐ ലവ് യു. ഈ നെഞ്ചിൽ എൻ്റെ മരണം വരെ ഇങ്ങനെ കിടക്കണം, ഈ ചേർത്തു നിർത്തലിൽ ലയിച്ച്. തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്ന ലക്ഷ്മി അബി അമർത്തി ചുംബിച്ചു.
ഐ ലവ് യു ടു ലച്ചു. മരണം കൊണ്ട് പോലും നിന്നിൽ നിന്നും അകന്നു മാറാൻ എനിക്കാവില്ല. അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നമ്മുടെ മോളെയും. അടുത്ത് കിടന്ന കുഞ്ഞിനെ തലോടി അഭിലക്ഷ്മിയുടെ നെറുകയിൽ അമർത്തി ചുംബിച്ചു. തൻ്റെ പ്രണയം സ്വീകരിച്ച് തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന ലക്ഷ്മിയെ അഭി ചേർത്ത് പിടിച്ചു, ഒരിക്കലും അകറ്റാനാവാതെ.